എറണാകുളം മൂലമ്പള്ളിയിൽ ഇടത് സർക്കാർ വഴിയാധാരമാക്കിയ നൂറുകണക്കിന് കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതത്തിൽ തന്നെ. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലായി കുടിയൊഴിപ്പിച്ച 316 കുടുംബങ്ങളാണ് ഇപ്പോഴും വാടക വീടുകളിൽ കഴിയുന്നത്. കർണാടകയിലെ കുടിയൊഴിപ്പിക്കലിനെതിരെ പ്രതികരിച്ച് കേരളത്തിലെ ഇടത് രാഷ്ട്രീയ നേതാക്കൾ VS സർക്കാരിന്റെ കാലത്ത് കിടപ്പാടം നഷ്ടമായവരുടെ കണ്ണീരും കാണണം. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ പദ്ധതിക്കായി മൂലമ്പള്ളിയിൽ നിന്നടക്കം 316 കുടുംബങ്ങളെയാണ് 2008-ൽ ഇടത് സർക്കാർ ബലമായി കുടിയൊഴിപ്പിച്ചത്. അന്ന് അവർക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. പലയിടങ്ങളിലായി ഭൂമി പുനരധിവാസത്തിനായി കണ്ടെത്തി നൽകിയെങ്കിലും വാസയോഗ്യമല്ലാത്ത ഭൂമിയായതിനാൽ 316 കുടുംബങ്ങളിൽ 300-ലേറെ പേർ ഇപ്പോഴും വാടക വീടുകളിലാണ് കഴിയുന്നത്. ഞങ്ങൾ പള്ളിയിൽ നിന്ന് വരുമ്പോൾ പൊളിക്കാനുള്ള ആൾക്കാരൊക്കെ റെഡിയാണ്. അവർ അതുതന്നെയല്ല ഇങ്ങാടക്കാന്നൊക്കെ റോഡിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവർ പുഴ മാർഗമൊക്കെയാണ് ചങ്ങാടത്തിലും അതിലും ഇതിലൊക്കെ വന്ന് പോലീസുകാരും എൻ്റെ അതൊന്നും പറയാതിരിക്കണം. അതിൻ്റെ നമുക്കത് കണ്ടുവെക്കാനും പറ്റില്ല. ആ പോലീസുകാരുടെ കിടന്ന ഒലുളിയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പോണില്ല. മക്കളെയൊക്കെ വിളിച്ച് വലിച്ചിറക്കലും പിടുത്തവും ഇതെല്ലാം നമുക്ക് ഒരു ജാതിക്ക് നമ്മുടെ കണ്ടിൽ നിന്ന് പോകാത്ത ഒരു ഇതാണ്. ഇത് മേരി ഫ്രാൻസിസ്. 18 വർഷം മുമ്പ് നടന്ന മൂലമ്പള്ളി കുടിയൊഴിപ്പിക്കലിന്റെ ആഘാതം ഇപ്പോഴും ഇവരുടെ കണ്ണുകളിലുണ്ട്. മേരി ഫ്രാൻസിസിനെ പോലെ നിരവധി പേർക്കാണ് അന്ന് കിടപ്പാടം നഷ്ടമായത്. എറണാകുളം ജില്ലയിലെ 7 വില്ലേജുകളിൽപ്പെട്ട 316 കുടുംബങ്ങളെയാണ് യാതൊരു പുനരധിവാസവുമില്ലാതെ 2008 ഫെബ്രുവരി 6-ന് കുടിയിറക്കിയത്. യാതൊരു പുനരധിവാസവും ഇല്ലാതെയാണ് ഈ കുടുംബങ്ങളെ കുടിയിറക്കാനായിട്ട് അന്ന് ശ്രമിച്ചത്. അന്ന് അവർ ഉപയോഗിച്ച നിയമം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്തെ നിയമമാണ്. അതായത് പൊന്നുമല നിയമം എന്ന് പറയും. 1894-ലെ പൊന്നുമല നിയമം അനുസരിച്ചാണ്. ആ നിയമപ്രകാരം ആളുകൾക്ക് പുനരധിവാസം കൊടുക്കേണ്ടതില്ല. കാരണം കൊളോണിയൽ ബ്രിട്ടീഷ് കാലത്ത് അങ്ങനെയാണല്ലോ അതിൻ്റെ നയങ്ങൾ. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ആളുകളാണ്, ഈ കുടുംബങ്ങളാണ് പ്രക്ഷോഭണത്തിൻ്റെ ഭാഗത്ത് ഇറങ്ങിയത്. പ്രക്ഷോഭണത്തിൻ്റെ മധ്യയാണ് ബലം പ്രയോഗിച്ച് സർക്കാർ കുടിയിറക്കാൻ ശ്രമിച്ചത്. അച്യുതാനന്ദ സർക്കാരാണ് അത് ചെയ്തത്. അന്ന് പോലീസിനെ ഉപയോഗിച്ച് ബലം ഇറക്കി വിടുകയാണ് ചെയ്തത്. ഇപ്പോൾ ബാംഗ്ലൂർ യശ്വന്തപൂർ നടന്നതുപോലെ തന്നെ മുൻകൂർ നോട്ടീസൊന്നും നൽകാതെ ഏകപക്ഷീയമായിട്ടാണ് സർക്കാർ ഇറക്കിവിട്ടത്. കിടപ്പാടം നഷ്ടപ്പെട്ടവരുടെ സമരം ശക്തമായതോടെ സർക്കാർ ഇവർക്ക് ഭൂമി നൽകാൻ നിർബന്ധിതമായി. 7 ഇടങ്ങളിലായി നൽകിയ ഭൂമിയാകട്ടെ ചതുപ്പും പുഴ പുറമ്പോക്കും. കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ നൽകിയിട്ടില്ല. സ്ഥലമൊന്നും അന്ന് തന്നില്ലല്ലോ. സമരം കഴിഞ്ഞ് 45 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലം തരാമെന്നായി. അങ്ങനെ പിന്നെ വാടക കുറച്ച് ദിവസത്തേക്ക് തരാമെന്നായി. അങ്ങനെയൊക്കെ വന്നത് ആ സമരം ചെയ്ത പിന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ജോലി തരാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇന്നും 10-18 വർഷം ആകുമ്പോഴും ഇതേവരെയും ജോലി തന്നിട്ടില്ല. നമ്മൾ വെറുതെ വാഗുകൊണ്ട് പറഞ്ഞ് പറ്റിക്കരുത് ആൾക്കാരെ. നമ്മൾ ഒന്നില്ലെങ്കിൽ നമുക്ക് അതിനടുത്തുള്ള വില തന്നെ. ഇത് വിലയും തന്നില്ല, നമുക്കൊന്നും തരാതെ നമ്മളെ ഇറക്കിയും വിട്ടു. നവകേരള സദസ്സിലടക്കം കുടിയൊഴിപ്പിക്കപ്പെട്ടവർ പരാതി കൊടുത്തു. കാത്തിരിപ്പ് തുടരുന്നതല്ലാതെ യാതൊരു ഫലവും ഉണ്ടായില്ല. കൺമുന്നിൽ ദുരിതമനുഭവിക്കുന്നവരെ കാണാതെയാണ് കർണാടകയിലെ കുടിയൊഴിപ്പിക്കലിന്റെ പേരിൽ ചിലർ മുതലക്കണ്ണീരൊഴുക്കുന്നതെന്നാണ് ആക്ഷേപം. ക്യാമറമാൻ സുശോഭിനൊപ്പം നിഷാ ദിലീപ്, ജനം, കൊച്ചി.